ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്നുള്ള പരമ്പരയില് ഇന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 5-ാമത്തെ അധ്യായം. അത് പ്രണയവും ലൈംഗികതയും എന്നുള്ളതാണ്. വിവാഹത്തിന്റെ അടിസ്ഥാനമായ രണ്ട് തൂണുകളാണ് ഈ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനപരമായ രണ്ട് തൂണുകളാണ് പ്രണയവും ലൈംഗികതയും. എന്താണിത് എന്ന് ഒരു പരിശോധന നടത്തുകയാണ് ഇവിടെ. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ലവ് ആൻഡ് സെക്സ് ആർ ടു ഫണ്ടമെന്റൽ പില്ലേഴ്സ് ഓഫ് പേർഹുഡ്. പ്രണയവും ലൈംഗികതയും സൃഷ്ടിയുടെ ബീജം ഭാവനയിലാണ്. പ്രപഞ്ചത്തിലെ സർവ്വരൂപീകരണങ്ങൾക്കും സാക്ഷാത്കാരങ്ങൾക്കും തുടക്കം ഒരു ഭാവനയിൽ നിന്നാണ്. ഈ ഭാവനയാകട്ടെ ഒരു പൂർത്തീകരണത്തിനായുള്ള ആവശ്യകതയിൽ നിന്നാണ്, അതിലേക്കുള്ള ഇച്ഛയിൽ നിന്നാണ്, അതിനായുള്ള വെമ്പലിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഈ ഭാവന ചൈതന്യമായും, ചൈതന്യം വിന്യാസമായും, വിന്യാസം മണ്ഡലമായും, മണ്ഡലം വസ്തുവോ വസ്തുതയോ ആയും പരിവർത്തിക്കും എന്നുള്ളതാണ് സൃഷ്ടിയുടെ പ്രാഥമിക ബീജഗണിതം. പ്രപഞ്ചത്തിന്റെ പരമമായ ബോധത്തിനും സത്തയുടെ അഹംബോധത്തിനും സത്തയുടെ പ്രകടബോധത്തിനുമൊക്കെ ഈ വിധത്തിലുള്ള ഒരു തുടക്കവും വികാസവും പരിണാമവും സാക്ഷാത്കാരവും ഉണ്ട്. അതിലൂടെയാണ് പരമമായ ബോധം മുതൽ പരമമായ പ്രപഞ്ചം വരെയും ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. ജൈവ വ്യവസ്ഥകൾ അതിന്റെ ധർമ്മപരിപാലനങ്ങൾക്കായി ഓരോ കർമ്മത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഭാവനയിലൂടെയാണ്. ഭാവന നിരന്തരമായ ഒരു പ്രേരണയായി ഉള്ളിൽ ഉണർന്നു നിൽക്കുമ്പോൾ അത് ശരീരത്തിൽ നിന്നും അതിന്റെ പരിസരത്തിലേക്ക് ഒരു അർത്ഥനാബലം ചെലുത്തുകയും അതിലൂടെ തനിക്ക് ആവശ്യമുള്ള ഒരു മറുവ്യവസ്ഥകളെ തന്നിലേക്ക് തിരിച്ചുവിടുവാൻ പ്രപഞ്ചത്തിന് പ്രേരണ നൽകുകയും ചെയ്യും. ഒരു വ്യവസ്ഥാമർമ്മം തന്നിലേക്ക് ഇതര ഘടകങ്ങളെ ആകർഷിക്കുന്നത് ഈ വിധമാണ്. ഈ ശക്തമായ ആകർഷണത്തിന് നിദാനമാകുന്ന ഭാവനയത്രേ പ്രണയം. ഇതാണ് പ്രണയവും ലൈംഗികതയും എന്നുള്ളതിന്റെ ആമുഖം. നമുക്കറിയാം, പല കുടുംബങ്ങളും യാന്ത്രികമായി ജീവിച്ചു പോകുന്നവയാണ്. അവിടെ പ്രണയമൊന്നും ഉണ്ടാവില്ല. പ്രണയമൊക്കെ മധുവിധ കാലത്ത് പോലും ഇല്ലാത്ത ദാമ്പത്യങ്ങളുണ്ട്. കാരണം മനുഷ്യ സമൂഹത്തിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു ചടങ്ങായിട്ട് മാറി. വിവാഹം എന്നുള്ളത് കഴിച്ചു കഴിയുമ്പോൾ ലൈംഗികത എന്നുള്ളൊരു ചടങ്ങായിട്ട് മാറി. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒട്ടേറെ പേരുണ്ട്. അപ്പോ അതിനിടയിൽ ലൈംഗികതയും പ്രണയവും ഒന്നുമില്ലാത്ത യാന്ത്രികമായിട്ടുള്ള കുടുംബജീവിതമാണ് സത്യത്തിൽ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളിലും ഉള്ളത് എന്ന യാഥാർത്ഥ്യത്തെ ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അധ്യായം കൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിധമാണ്. ഒന്നാമത് ഇത് രണ്ടും അടിസ്ഥാന സ്തൂപങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ദാമ്പത്യത്തിന്റെ അടിസ്ഥാന സ്തൂപങ്ങളാണ്. അതിന് മനസ്സിലാക്കേണ്ടത് ഈ വിധമാണ്: ഏതൊരു സൃഷ്ടിയും, പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഏതൊരു സൃഷ്ടിയും അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഭാവനയാണ്. സൃഷ്ടി ഉണ്ടാകുമ്പോൾ ഇന്നതാണ് ഉണ്ടാകേണ്ടത്, ഇന്നതാണ് നടപ്പിലാകേണ്ടത്, ഇന്ന ധർമ്മമാണ് ഉണ്ടാകേണ്ടത് എന്നത് പ്രകൃതിയുടെ ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഒരു ആവശ്യം ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്താണ് ഭാവന ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തില് സർവ്വവസ്തുക്കളും തുടങ്ങുന്ന ഒരു ഭാവനയിൽ നിന്നാണ്. അത് ഒരു ഡിമാൻഡ് ആദ്യം ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ എന്റെ പുറം ചൊറിയുന്നു എന്നുള്ളത്, പുറം ചൊറിയുന്ന സമയത്ത് ആ ചൊറിച്ചിൽ മാറ്റാൻ അവിടെ ഒരു മാന്തൽ ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ മാറ്റാനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാകുന്നത്. അപ്പോ ഇനി അത് ഉണ്ടാകേണ്ടതുണ്ട്, അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യം വരുമ്പോൾ അതിനെക്കുറിച്ചൊരു ഭാവന ഉണ്ടാവും. ആ ഭാവനയിൽ നിന്നാണ് ഈ സൃഷ്ടി ഉണ്ടാവുന്നത്. ഭാവന എന്ന് വെച്ചാൽ എന്താ? ഭാവിക്കുക. ഞാൻ കല്ലെറിയുന്നതായി ഭാവിക്കുന്നു വെച്ചാൽ എന്താണ്? ഞാൻ കല്ലെറിയുന്ന പോസ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നാണ്. ഞാൻ അങ്ങനെ ആക്രമം ചെയ്യുകയാണ്, അല്ലെ? ഞാൻ ഒരു പ്രത്യേക രീതിയിൽ ഒരു കല്ലെറിയുന്ന ഉദാഹരണം തന്നെ എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. കല്ലെറിയുന്ന ഭാവം, കല്ലെറിയുന്നതായിട്ട് ഞാൻ ഭാവിക്കുന്നു. ഇങ്ങനെ കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ ശരീരമൊക്കെ വളച്ചു പിടിച്ച് ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്നതായിട്ട് ഭാവിക്കുന്നു. അപ്പോ
ഞാൻ കല്ലിനെ ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിച്ചു വെക്കുക, എന്റെ ശരീരത്തെ അതിനനുസരിച്ച് ഒരു രൂപീകരണത്തിലേക്ക് കൊണ്ടുവരിക, ഒരു ക്രമത്തിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ചെല്ലുന്നതാണ് ഭാവം എന്ന് പറയുന്നത്. അങ്ങനെ ഭാവിക്കലാണ്, അതായത് എന്റെ ശരീരത്തെ ഒരു പ്രത്യേക ദിശയിലേക്ക് ക്രമീകരിക്കലാണ് ഭാവന. എന്റെ ശരീരത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ, പ്രവർത്തനത്തിന്റെ പാറ്റേണുകളെ, നമ്മൾ പാറ്റേണുകളെ കുറിച്ചുള്ള ഒരു പാഠം ഇവിടെയല്ല, വേറൊരു പഠനത്തിൽ, വേറൊരു പരമ്പരയിൽ വരുന്നുണ്ട്. അവിടെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. അപ്പൊ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു തരം ഭാവിക്കലാണ്. ഈ പാറ്റേണുകൾ ഭാവിക്കപ്പെടുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക ദിശയിൽ ക്രമീകരിക്കപ്പെടുന്ന സമയത്ത് ആ ക്രമീകരിക്കപ്പെടൽ എന്ന് പറയുന്നത് അതിന്റെ ആ ക്രമീകരിക്കപ്പെടുന്ന എല്ലാ ഘടകങ്ങളുടെയും ഊർജത്തെ, ലക്ഷ്യത്തെ ഒക്കെ ഒരു പ്രത്യേക ദിശയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ അവയെല്ലാം കൂടെ നമ്മൾ തല ചെയ്യി മിനുക്കി ഒതുക്കി വെക്കുന്ന സമയത്ത് മുടികളെല്ലാം ഒരു പ്രത്യേക വിന്യാസത്തിലായി തീരുന്നത് പോലെ പാറ്റേണുകളെല്ലാം കൂടെ ഒരു പ്രത്യേക രീതിയിലേക്ക് തിരിക്കലാണ് ഭാവന എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടം സത്തകൾ, കോശങ്ങളായിക്കോട്ടെ, ഉപസത്തകളായിക്കോട്ടെ, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിയുകയും അവിടേക്ക് ഊർജം ചെലുത്തുകയും ചൈതന്യം ഒഴുക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണോ ഇനി നടക്കേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു രൂപീകരണം നടക്കും. അങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. എന്തെങ്കിലും പൂർത്തീകരിക്കാനുള്ള ഒരു ആവശ്യകതയിൽ നിന്നാണ് ഈ ഭാവന എന്നുള്ളത് ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എറിയുക എന്നുള്ളത്, അങ്ങോട്ടേക്ക് ഒരു കാര്യം അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളത്, ആ പോകുന്ന ഒരു ആശയം, ഒരു ആവശ്യം, ആ ആവശ്യത്തിനെ പൂർത്തീകരിക്കാൻ, ഒരു കാര്യത്തെ പൂർത്തീകരിക്കാനുള്ള ആവശ്യകത. ഇപ്പൊ എന്റെ പുറം ചൊറിയുന്നുണ്ടെങ്കിൽ ആ ചൊറിയുക എന്നുള്ളൊരു അവസ്ഥയെ പൂർത്തീകരിക്കണം, മാന്തുക എന്നുള്ള പ്രക്രിയ പൂർത്തീകരിക്കണം. ആ പൂർത്തീകരണത്തിനായിട്ടുള്ള ആവശ്യകതയിൽ നിന്നാണ് ഈ ഭാവന ഉണ്ടാവുന്നത്. അവിടേക്കാണ് ഭാവിക്കുന്നത്. അതായത് എന്റെ പുറം ചൊറിയുന്ന സമയത്ത് എന്തെങ്കിലും വിട്ടെങ്കിലും ചൊറിയണം എന്നുള്ള ആ ഒരു ആവശ്യം ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്നാണ് അത് പൂർത്തീകരിക്കാനുള്ള വെമ്പൽ ഉണ്ടാവുക. അപ്പൊ അതിലേക്കുള്ള ഇച്ഛയിൽ നിന്നാണ്, അതിലേക്കുള്ള വെമ്പലിൽ നിന്നാണ് ഈ ഭാവന ഉരുത്തിരിയുന്നത്. അത് വേണം എന്നുള്ള തോന്നലിൽ നിന്ന് നമുക്ക് അത് ചെയ്യാനുള്ള ആക്കം ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഈ ഭാവന ചൈതന്യമായും ആണ് ആദ്യം ഉണ്ടാവുക. അതായത് എനിക്ക് പുറം ചൊറിയണം, എനിക്ക് അപ്പൊ അങ്ങോട്ടേക്ക് പോണം എന്നുള്ളത് അതവിടേക്കുള്ള ഒരു നിരന്തര പ്രേരണയായിട്ട്, ഒരു ബലമായിട്ട്, അങ്ങോട്ടേക്ക് ആ ദിശയിലേക്കുള്ള ഒരു പ്രേരണയായിട്ട് ചൈതന്യമായിട്ടുണ്ടാവും. ആ ചൈതന്യം എന്നുള്ളത് ആവർത്തിച്ചുണ്ടാവുമ്പോൾ, ഒരു കൂട്ടം വസ്തുക്കളിൽ ഉണ്ടാവുമ്പോൾ, കുറെ നേരത്തേക്ക് ഉണ്ടാവുന്ന സമയത്ത് ഈ ചൈതന്യം എന്നുള്ളത് ഒരു വിന്യാസമായിട്ട് മാറും. വിന്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇരുമ്പ് പൊടി വിതറിയിട്ടിട്ട് അതിന്റെ കാന്തം കൊണ്ടുപോയി അതെല്ലാം കൊണ്ട് ഒരു പ്രത്യേക ക്രമത്തിൽ ഇങ്ങനെ നിൽക്കും. അതുപോലെ ചില കൊച്ചു ആമ്പിള്ളേരുടെ മുടി വെട്ടിക്കഴിഞ്ഞാൽ മുടി ഇങ്ങനെ നിൽക്കും, മുടി ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ മുടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അതുപോലെ കാന്തത്തിന്റെ പൊടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അതാണ് വിന്യാസം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കൂടെ വിന്യസിച്ച് തരുമ്പോൾ, ഒരു പ്രത്യേക രീതിയിൽ എല്ലാം കൂടെ വിന്യസിച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക രൂപം ഉണ്ടാവും. അത്തരത്തിലൊരു വിന്യാസമാണ്. നിങ്ങൾ ഫാന് കറങ്ങുന്നത് കണ്ടിട്ടുണ്ടാവും. ഫാൻ കറങ്ങുമ്പോൾ എന്താ ഉണ്ടാവുക? ഫാനിന്റെ ലീഫ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. 3 ലീഫേ ഉള്ളൂ നമുക്കറിയാം. പക്ഷെ അതെല്ലാം കൂടെ കറങ്ങുന്ന സമയത്ത് അതൊരു വൃത്താകൃതിയിൽ നമുക്ക് തോന്നും. ആ വൃത്താകൃതിയിലുള്ള സ്ഥലത്ത് ആ വൃത്തം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടോ? ഇല്ല, നമുക്കറിയാം ഇല്ല എന്നുള്ളത്. എന്നിട്ട് ആരെങ്കിലും അതിനകത്തോണ്ട് കൈ കടത്തോ? ഇല്ല. കാരണം അതിലൂടെയൊക്കെ അത് കടന്നു പോകുന്നുണ്ട്. അപ്പോ ഒരു സുതാര്യമായ ഒരു പാളിയായിട്ട് അത് അവിടെ നിൽക്കും. അതിനെയാണ് സ്തരം എന്ന് പറയുക, സ്തരം, മെമ്പറൈൻ എന്ന് പറയുക. അപ്പോ ഈ നമ്മള് ചൈതന്യം എന്നുള്ളത് ഒരു പ്രത്യേക രീതിയിലുള്ള ഫോഴ്സാണ്. ഈ ഫാനിന്റെ ലീഫ് പോലെ ഒരു പ്രത്യേക രീതിയിലുള്ള ഫോഴ്സാണ്. ആ ചൈതന്യം നിരന്തരമായിട്ട് ഒരു പ്രത്യേക ദിശയിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, ആവർത്തിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പാറ്റേൺ, ഒരു മെമ്പറൈൻ, ഒരു സ്തരം ഉണ്ടായി വരും. അതിനെയാണ് വിന്യാസം എന്ന് പറയുക. ആ വിന്യാസത്തിന്റെ ആ ക്രമീകരണമാണ് വിന്യാസം. അപ്പോൾ പ്രത്യക്ഷമാകുന്ന ആ ഒരു സ്തര രൂപത്തിലുള്ള ആ വൃത്താകൃതി ആണ് ഫാനിന്റെ വൃത്താകൃതി, അല്ലെങ്കിൽ എന്തിന്റെ ആണെങ്കിലും അതിന്റെ ആ രൂപമാണ് മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോ ഭാവന ചൈതന്യമായും, ചൈതന്യം വിന്യാസമായും, വിന്യാസം മണ്ഡലമായും, മണ്ഡലം വസ്തുവോ വസ്തുതയോ ആയി പരിവർത്തിക്കും. ഫാൻ എന്നുള്ളത് അതിന്റെ കാറ്റ് തരുന്ന ഒരു ഉപകരണമായി മാറുന്നത് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ്. സത്യത്തില് ഫാനിന്റെ 3 ലീഫ്, അത് കറങ്ങുമ്പോൾ ഉണ്ടാവുന്ന സ്ഥലം, ആ കറങ്ങുമ്പോൾ നമുക്ക് കാണപ്പെടുന്ന ആ ഒരു വൃത്തം, ഇതൊന്നുമല്ല കാറ്റ്. ഇതൊന്നുമല്ല ആ കാറ്റ് നമുക്ക് തരുന്ന ശബ്ദം അല്ലെങ്കിൽ അതിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ
അപ്പൊ ഈ ഫാനിനെ പ്രേരിപ്പിക്കുന്ന വൈദ്യുതി ഒരിടത്ത് നിൽക്കുന്നു, അതിന്റെ ലീഫിന്റെ നിർമ്മിതി ഒരിടത്ത് നിൽക്കുന്നു, ലീഫുകൾ കറങ്ങുന്ന സമയത്തുണ്ടാവും സ്ഥലം ഒരിടത്ത് നിൽക്കുന്നു, അത് നൽകുന്ന വൃത്താകൃതി ഒരിടത്ത് നിൽക്കുന്നു. ഇതുമായി ഒരു പുലബന്ധമില്ലാത്ത രീതിയിലുള്ള കാറ്റോട്ടം ഒരു വശത്ത് നിൽക്കുന്നു, ആ കാറ്റിനെ അനുഭവിക്കുന്ന നമ്മൾ മറ്റൊരിടത്ത് നിൽക്കുന്നു. അതാണ് ചൈതന്യം വിന്യാസം മണ്ഡലമായി, മണ്ഡലം വസ്തുതയായി പരിവർത്തിക്കും. ഇത്രയും സാധനങ്ങളായി പരിവർത്തിക്കും. ഇവ തമ്മിൽ എന്ത് ബന്ധമാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുകയില്ല. പക്ഷെ ഇവയെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ഇതാണ് സത്യത്തിൽ ഒരു സൃഷ്ടിയുടെ പ്രാഥമിക ബീജഗണിതം. ഇത് നമ്മൾ ഇക്കോജനസിസിൽ പഠിക്കുന്നുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ പരമമായ ബോധത്തിനും സത്തയുടെ അഹംബോധത്തിനും സത്തയുടെ പ്രകടബോധത്തിനും ഒക്കെ ഈ വിധത്തിലുള്ള തുടക്കവും വികാസവും പരിണാമവും സാക്ഷാത്കാരവുമുണ്ട്. മനസ്സിലാക്കാണ് പ്രപഞ്ചത്തിന്റെ പരമമായ ബോധം, പരമമായ കോൺഷ്യസ്നെസ്സിലാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ സത്ത, ഞാനെന്ന സത്തയുടെ അഹംബോധത്തിന്, ഞാനെന്ന ബോധത്തിന്, അതും ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഒരു ഭാവന ഉണ്ടാവുന്നു, ആ ഭാവന എന്നുള്ളത് ചൈതന്യമാവും, ചൈതന്യം എന്നുള്ളത് വിന്യാസമായി, വിന്യാസം മണ്ഡലമായി, മണ്ഡലം ഞാനായി, ഞാൻ അല്ലെങ്കിൽ എന്റെ ജീവിതമായി മാറുന്നു. ഇത് സത്തയുടെ പ്രകടബോധത്തിന് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പ്രകടിപ്പിക്കുന്നു, നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന സമയത്തും ഇതുപോലെ ഒരു ക്രമമുണ്ട്. എന്റെ ഉള്ളിൽ ഒരു ഭാവനയുണ്ട്, ആ ഭാവനം എന്നുള്ള ചൈതന്യമാവുന്നു, ചൈതന്യം വിന്യാസമാവുന്നു, വിന്യാസം മണ്ഡലമാവുന്നു, മണ്ഡലം വസ്തുതയായിട്ട് എന്റെ ടോക്കായിട്ട് വെളിയിലേക്ക് വരും. അപ്പോ ഈ വിധത്തിൽ ഇവിടെയുള്ള പരമബോധത്തിലും ഞാനിലാണെങ്കിലും എന്റെ ഒരു പ്രവൃത്തിയിലാണെങ്കിലും നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നതിലാണെങ്കിലും ഇതുപോലെ ഒരു ഭാവനയുണ്ട്, അതിന് ഒരു തുടക്കമുണ്ട്, വികാസമുണ്ട്, പരിണാമമുണ്ട്, സാക്ഷാത്കാരമുണ്ട്. ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിലൂടെയാണ് പരമമായ ബോധം മുതൽ പരമമായ പ്രപഞ്ചം വരെയും ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു സൃഷ്ടിയുടെ പുറകിൽ ഇത്രയേറെ കാര്യങ്ങൾ കടന്നു പോകണമെന്നാണ് ഈ പറഞ്ഞു വന്നത്. ഭാവനയിലൂടെ ഇങ്ങനെ കടന്ന് ഈ പരിണാമത്തിലൂടെ കടന്നു പോയാലാണ് സൃഷ്ടി ഉണ്ടാവുക. അതിനിടയിൽ ഇത്ര ഈ മണ്ഡലവും സ്ഥലവും എല്ലാ സംഭവം ഈ പറഞ്ഞതൊക്കെ അതിനകത്തുണ്ടാവും, പക്ഷെ നമ്മളൊന്നും കാണില്ല. നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ടോ ഈ ഫാൻ ഇടുന്ന സമയത്ത് ഫാനിന്റെ സ്ഥലത്തെക്കുറിച്ച്, അതിന്റെ ലീഫിന്റെ വളവിനെ കുറിച്ച്, ലീഫിന്റെ ഫിറ്റ് ചെയ്ത ആംഗിളിനെ കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിക്കണം. നമുക്ക് കാറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാറ്റ് കിട്ടുമ്പോൾ നല്ല കാറ്റ് കിട്ടിയല്ലോ, നല്ല കാറ്റ് കിട്ടിയില്ല എന്നത് മാത്രമായിരിക്കും നമ്മുടെ വിശകലനം. അപ്പോ ജൈവ വ്യവസ്ഥകൾ അതിന്റെ ധർമ്മപരിപാലനത്തിനായി ഓരോ കർമ്മങ്ങളിലേക്ക് ആവിഷ്കരിക്കപ്പെടുന്നത് ഭാവനയിലൂടെയാണ്. ഞാൻ സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഞാനൊരു ജൈവ വ്യവസ്ഥയാണ്, നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ജൈവ വ്യവസ്ഥകളാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ജൈവ സംവിധാനമാണ്, ജൈവ വ്യവസ്ഥയാണ്. ഈ ജൈവ വ്യവസ്ഥയിൽ നമ്മൾ രാവിലെ നിന്നിട്ട് എല്ലാവരും കൂടെ ഇവിടെ വന്നിരുന്നത് ഇത് കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെ ഒരു ഭാവനയിൽ നിന്നാണ്. അപ്പോ നമ്മളെല്ലാം തന്നെ ഈ ഇത്തരം ഒരു ആക്ടിവിറ്റിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഭാവനയിലൂടെയാണ്. ഭാവന നിരന്തരമായി പ്രേരണയായി ഉള്ളിൽ ഉണർന്നു നിൽക്കുമ്പോൾ അത് ശരീരത്തിൽ നിന്നും അതിന്റെ പരിസരത്തിലേക്ക് ഒരു അർത്ഥനാബലം ചെലുത്തുകയും അതിലൂടെ തനിക്ക് ആവശ്യമുള്ള ഒരു വ്യവസ്ഥയെ തന്നിലേക്ക് തിരിച്ചുവിടുവാൻ പ്രപഞ്ചത്തിന് പ്രേരണ നൽകുകയും ചെയ്യും. എനിക്ക് വിശപ്പ് വന്നു എന്നിരിക്കട്ടെ, വിശപ്പ് വന്നാൽ എന്താ ഉണ്ടാവുന്നത്? ഇതേപോലെ തന്നെ ഈ ഉള്ളിൽ നിന്നും ഒരു പ്രേരണയുണ്ട്. ആദ്യം ഒരു ഭാവനയായിട്ടുണ്ടാവുന്നു, അതിന് മെറ്റാബോളിസത്തിന് വേണ്ടിയുള്ള ഒരു ഭാവന ഉണ്ടാവുന്നു. അത് ഉള്ളിൽ നിന്നും ഈ പറഞ്ഞ പരിവർത്തനങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ട് എന്റെ ഉള്ളിൽ നിന്നും പരിസരത്തേക്ക് ഒരു അർത്ഥനാബലത്തെ, ഈ പറയുന്ന പ്രേരണയെ, ഈ പറയുന്ന ഇച്ഛയെ, ഈ ആക്കത്തെ അതിങ്ങനെ ഉദ്ദീപിപ്പിക്കും. അങ്ങനെ പരിസരത്തേക്ക് അത് പ്രഭവിപ്പിക്കുന്നത് കൊണ്ടാണ് പരിസരത്തിന് അത് മനസ്സിലാവുക, പ്രപഞ്ചത്തിന് മനസ്സിലാവുക, അതിന് വേണ്ടുന്ന ഘടകങ്ങളെല്ലാം നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുതരിക. നമ്മുടെ ഉള്ളിൽ നിന്നും ആ പ്രേരണ ഒരു പ്രത്യേക തരംഗ രൂപത്തിൽ അത് വെളിയിലേക്ക് ചെല്ലുമ്പോൾ പ്രപഞ്ചത്തിന്റെ തരംഗം അതിനെ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രപഞ്ചം ഇങ്ങോട്ടേക്ക് വേണ്ടുന്നത് എത്തിച്ചു തരികയും ചെയ്യും. നമ്മൾ ഈ നെല്ലരയ്ക്കുന്ന സമയത്ത് നെല്ലരച്ചു കഴിഞ്ഞാൽ അരിയിൽ നിന്നും കല്ല് വേർതിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഇതുപോലെയാണ്. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ചലിപ്പിക്കുന്ന സമയത്ത് ഓരോന്നിന്റെയും സാന്ദ്രതയ്ക്കനുസരിച്ച്, പിണ്ഡത്തിനനുസരിച്ച് ഓരോ വസ്തുക്കളും ഓരോ ഭാഗത്തേക്ക് ആയിത്തീരും, റെസനേറ്റ് ചെയ്യും. അപ്പൊ ഇതുപോലെ നമ്മളുടെ ഒരു ഉള്ളിൽ നിന്നും ഉണ്ടാവുന്ന ഭാവനയിൽ നിന്നും ഒരുങ്ങി ഓരോ കാര്യങ്ങളും ചൈതന്യമാക്കി വിന്യാസമായി മണ്ഡലമായിട്ട് വസ്തുതയായിട്ട് വെളിയിലേക്ക് പ്രഭവിക്കുന്ന സമയത്ത് അവിടെ നിന്നും വേണ്ടുന്നതെന്തോ അത് നമ്മിലേക്ക് വന്നു ചേരും. അതായത് പ്രപഞ്ചം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുതരും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്തിനാ? ഒരു വ്യവസ്ഥാമർമ്മം തന്നിലേക്ക് ഇതര ഘടകങ്ങളെ ആകർഷിക്കുന്നത് ഈ വിധമാണ്. ഭാവനയിൽ നിന്ന്, വിന്യാസത്തിൽ നിന്ന്,
ചൈതന്യത്തിൽ നിന്ന് വിന്യാസത്തിൽ നിന്ന് മണ്ഡലത്തിൽ നിന്ന് ഇങ്ങനെ പരിണമിച്ചു കൊണ്ടാണ് ഈ ഒരു കാര്യത്തെ ആകർഷിക്കുന്നത്. ആ സൃഷ്ടി എന്നുള്ളത് അതിനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു പ്രോസസ്സിലെയാണ്. ഈ ശക്തമായ ആകർഷണത്തിന് നിദാനമാകുന്ന ഭാവന, അതൊരു ജൈവ വസ്തുവില്, ജൈവസത്തയില് ശക്തമായ ആ ഒരു ഒഴുക്കുണ്ടാകുന്ന സമയത്ത് ആ ഭാവനയാണ്, ശക്തമായ ആകർഷണത്തിന് ഒരു ജൈവ വസ്തുവിൽ ഉണ്ടാകുന്ന ഭാവനയാണ് പ്രണയം എന്ന് പറയുന്നത്. ലൈംഗികത അതിന്റെ വളരെ മോഡിഫൈഡ് ആയിട്ടുള്ള, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ബഹുക്രമം ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. വിശപ്പ് അതിന്റെ ഒരു പ്രാഥമിക മാതൃകയാണ്. വിശപ്പ് എന്ന് പറയുന്നത്, വിശപ്പ് വരുമ്പോൾ ഇവിടെ പലർക്കും ബുദ്ധിമുട്ടാണ്. വിശപ്പ് വരുമ്പോൾ വയറ് വേദനിക്കുന്നു, കഷ്ടപ്പാടാണ്, ദുരിതമാണെന്നൊക്കെ പറയും. വിശപ്പ് എന്നുള്ളത് അനുഭവിച്ചവർക്ക് അറിയാം. വിശപ്പ് എന്നുള്ളത് മഹത്തായ ഒരു അവസ്ഥയാണ്. വിശപ്പിന്റെ സമയത്ത് നമുക്ക് ഭയങ്കര ആവിഷ്കാരമായിരിക്കും ഉണ്ടാവും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ 10, 20, 21 ദിവസമൊക്കെ ഉപവസിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, നമുക്ക് വളരെ കൃത്യമായിട്ട് ശരീരത്തിന് വല്ലാത്തൊരു തരം ആവിഷ്കാരം ഉണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും. ആ സൗന്ദര്യത്തിലേക്ക് നമ്മളെ തുറന്നു വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള എൻജോയ്മെന്റ് ആയിരിക്കും, ആനന്ദമായിരിക്കും ഉണ്ടാവുക. അതുപോലെയാണ് പ്രണയം എന്ന് പറയുന്നത്. ആ പ്രണയം ലൈംഗികതയോടെ കൂടെ പ്രണയം അവസാനിക്കുന്നത് മറ്റൊരു വസ്തുതയുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ആ പ്രണയം എന്നുള്ള പ്രണയകാലത്ത് നമുക്ക് എന്തും ചെയ്യാനുള്ള ആർജവം ഉണ്ടാവും, എത്രയിലേക്കും കൊണ്ടുപോകുവാനുള്ള പ്രേരണയുണ്ടാവും. അതാണ് ശക്തമായ ആകർഷണം എന്ന് പറയുന്നത്. ആ സമയത്ത് മറ്റു പ്രതിബന്ധങ്ങളൊന്നും വിഷയമല്ല, മറ്റ് നമ്മുടെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളൊന്നും, നമ്മുടെ പരിമിതികളൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അപ്പൊ പ്രണയം എന്ന് പറയുന്നത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു പ്രേരണയാണ്, ശക്തിയാണ്. അത് ആണ് ഒരു സൃഷ്ടിയുടെ, ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ഒരു കുടുംബത്തെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, കമ്പൈൻഡ് ആയിട്ട് ഒരു ആക്ഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിന്റെ അടിസ്ഥാന പ്രേരക ശക്തി. ഈ പ്രേരക ശക്തിയാണ് നഷ്ടപ്പെട്ടിട്ട് കുടുംബങ്ങൾ വഴിയാധാരമായി പോകുന്നത്, കുടുംബങ്ങൾ യാന്ത്രികമായി പോകുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോ പ്രണയം എന്നുള്ളത് മനസ്സിലാക്കുക, സൃഷ്ടിയുടെ ഒരു പ്രാരൂപമാണ്, സൃഷ്ടിക്ക് വേണ്ടിയുള്ള ആകർഷണമാണ് പ്രണയം എന്ന് പറയുന്നത്. ആ പ്രണയം എന്നുള്ള പ്രോസസ്സിനകത്ത് ഇത്രയേറെ ശക്തമായിട്ടുള്ള വെക്ടർ ബോസോൺ കണങ്ങളുടെ, അല്ലെങ്കിൽ എന്താ പറയുക, വെസ്റ്റേൺ കണങ്ങളുടെ ഒരു പ്രവാഹ മണ്ഡലം അതിനകത്തുണ്ട്. ആ പ്രവാഹ മണ്ഡലത്തിൽ നിന്നാണ് സൃഷ്ടി എന്നുള്ളത് ഉണ്ടാകുന്നത്. അതിന്റെ ആധാരമാകുന്ന ആ ശക്തമായ പ്രഭാവത്തിന്റെ ഒഴുക്ക്, ആ ഒഴുക്കാണ് പ്രണയമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ പ്രണയമാണ് കുടുംബത്തിന്റെ ആധാരമാകുന്ന ഒരു ബിംബം, ഒരു ശക്തി. ഈ പ്രണയം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾക്ക് പരിചയമുള്ള കുടുംബങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാനുള്ള വഴികളെ കുറിച്ച് ആലോചിച്ചു തുടങ്ങുക. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.